ഹായ്, ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ്, ഡു ഇറ്റ്. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പാഷൻ കണ്ടെത്തി ഡെസ്റ്റിനിയിലെത്തുള്ള വഴികളും ഫോർമുലാസും ടിപ്സും സ്റ്റോറീസുമാണ് നമ്മൾ ഇത്തരം വീഡിയോകളിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വീഡിയോ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമുക്ക് ഒരു പുതിയ സ്റ്റോറിയുമായി കടന്നു വരാം. ഒരു നാട്ടിൽ ധനികനായ ഒരു ബിസിനസ് മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് നാട്ടിലെ പാവപ്പെട്ട കർഷകൻ, വളരെ പാവപ്പെട്ട കർഷകൻ കുറച്ച് പൈസ കടം വാങ്ങി. അവധി എത്തിയിട്ടും ഈ കർഷകന് ഈ കടം വീട്ടാൻ സാധിച്ചില്ല. അങ്ങനെ ഈ കർഷകന് നല്ല സുന്ദരിയായ, നാട്ടിലെ ഏറ്റവും സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. ഈ മകളെ വിവാഹം ചെയ്യാൻ ആരാഗ്രഹിച്ചു? നമ്മളെ ബിസിനസ്മാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഈ കർഷകന്റെ മുമ്പിൽ ഒരു ഉപാധി വെച്ച് ഒരു സഞ്ചി എടുക്കും. അതിൽ ഒരു കറുത്തതും ഒരു വെളുത്തുമായ കല്ലുകൾ ആ സഞ്ചിയിൽ ഇടും. എന്നിട്ട് അതിൽ നിന്ന് വെളുത്ത കല്ലെടുക്കുകയാണെങ്കിൽ നിന്റെ കടം വീട്ടണ്ട, മാത്രമല്ല നിന്റെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരണ്ട. കറുത്ത കല്ലാണ് മകൾ എടുക്കുന്നതെങ്കിൽ നിന്റെ മകളെ വിവാഹം ചെയ്യുകയും വേണമെങ്കിൽ കടത്തിൽ നിന്ന് ഒഴിവാക്കി തരാം എന്നൊരു ഉപാധി കർഷകന് മുമ്പിൽ നമ്മളെ ബിസിനസ്മാൻ സമർപ്പിച്ചു. ഈ ബിസിനസ്മാൻ ആകെ അങ്കലാപ്പിലായി. മകളും അതിലേറെ മകന് ഒട്ടും ആഗ്രഹമില്ല ഈ ക്രുദ്ധനായ ബിസിനസ്മാനോട് വിവാഹം ചെയ്തു കൊടുക്കുക. അങ്ങനെ നിറയെ കല്ലുകളുള്ള, വെളുത്തതും കറുത്തതും കല്ലുകളുള്ള ഒരു മൈതാനത്തിൽ നിന്ന് ഇവര് ആരും കാണാതെ ഈ രാജാവ് അതിൽ 2 കറുത്ത കല്ലുകളാണ് നിക്ഷേപിച്ചത്. ഇത് ഈ സുന്ദരിയായ മകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കർഷകനും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്. അങ്ങനെ ഈ സുന്ദരിയായ മകൾ ഈ ബാഗിൽ നിന്ന് ഒരു കല്ല് എടുത്ത് ആരും കാണാതെ ഈ കൂട്ടത്തിലോട്ട് ഇട്ടു. എന്നിട്ട് അപ്പൊ ഈ ബിസിനസ്മാൻ പറഞ്ഞു, നീ എടുത്തിട്ട് വെളുത്ത കല്ലാണ് എന്ന് പറഞ്ഞു. നീ എടുത്തിട്ട് കറുത്ത കല്ലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിന്നെ എനിക്ക് വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഈ ബുദ്ധിമതിയായ, ഈ സുന്ദരിയായ കുട്ടി ഈ ബിസിനസ്മാനോട് പറഞ്ഞു, ഇതിൽ 2 കല്ലുകളുണ്ടല്ലോ, ഒന്ന് വെളുത്തതും ഒന്ന് കറുത്തതും. ഈ കൊട്ടയിൽ, ഈ ബാഗിൽ അവശേഷിക്കുന്ന കല്ല് കറുത്തതാണെങ്കിൽ ഞാൻ എടുത്തിട്ടത് വെളുത്തതാണ്. അല്ല, വെളുത്തതാണ് ഈ സഞ്ചിയിലുള്ളതെങ്കിൽ ഞാൻ എടുത്തത് കറുത്തതാണ്. അങ്ങനെ തീരുമാനിക്കാമല്ലോ. എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ ആ സഞ്ചിയിൽ നിന്ന് എടുത്ത കല്ല് കറുത്തതായിരുന്നു. അതിൻ്റെ അർത്ഥം ആദ്യം എടുത്തിട്ട കല്ല് വെളുത്തതായിരുന്നു. ഈ കുട്ടിയുടെ ബുദ്ധിപരമായ സമീപനം മൂലം ഈ കടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, തനിക്കിഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ സാധിച്ചു. നമ്മൾ 90% ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ലോജിക്കൽ തിങ്കിങ് ആണ്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ്ങോ സാധാരണ ആളുകൾ പ്രോബ്ലം സോൾവിങ് ഉപയോഗിക്കുന്ന ഒരു ചിന്താരീതിയാണ്. പക്ഷേ എല്ലാ സ്ഥലത്തും ഇത്തരം ചിന്താരീതി പറ്റുകയില്ല. ചില സ്ഥലത്ത് നമ്മൾ മാറി ചിന്തിക്കണം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്, അല്ലെങ്കിൽ ലാറ്ററൽ തിങ്കിങ് വേണം. ഇത്തരം തോട്ട് പ്രോസസ് ട്രെയിനിങ്ങിലൂടെ നേടിയെടുക്കാൻ സാധിക്കാം. ഇത്തരം ടിപ്സ് ആൻഡ് സ്റ്റോറീസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത് തന്നെ ഒരു പുതിയ വീഡിയോ വരാം. താങ്ക്സ് ഓൾ.